വിഷ് യു ഓൾ എ ബ്ലെസ്സഡ് ആൻഡ് ജോയ്ഫുൾ ന്യൂ ഇയർ. ദൈവകൃപാ സമൃദ്ധിയുടെ ഒരു പുതുവത്സരം. പുതുവർഷ പുലരിയിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള വചനഭാഗം ലൂക്ക 2:21 മുതൽ 33 വരെ, 36 മുതൽ 38 വരെ. യേശുവിൻ്റെ പരിച്ഛേദനവും നാമകരണവും കഴിഞ്ഞ് മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ദൈവപുത്രനാണെങ്കിലും യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ നടത്തി. കർത്താവിൻ്റെ നിയമങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വം ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശിമയോനും അന്നായുമാണ് ഈ വചനഭാഗത്തെ മറ്റ് 2 കഥാപാത്രങ്ങൾ. ശിമയോൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ശിമയോൻ ദേവാലയത്തിലേക്ക് വന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. അതനുസരിച്ച് ശിമയോൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുകയും അവനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആ ദിവ്യ ശിശു സകല ജനങ്ങൾക്കും വേണ്ടി ദൈവമൊരുക്കിയ രക്ഷയാണെന്നും അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. ശിമയോന് ലഭിച്ച ഭാഗ്യം വലുതാണ്. എന്നാൽ നമുക്ക് ലഭിച്ച ഭാഗ്യം അതിലും വലുതല്ലേ? ശിമയോന് യേശുവിനെ കാണാനും കയ്യിലെടുക്കാനുമുള്ള ഭാഗ്യമേ ലഭിച്ചുള്ളൂ. എന്നാൽ സഭാമക്കളായ നമുക്ക് അവിടുത്തെ കാണാനും കൈകളിലെടുക്കാനും മാത്രമല്ല, സ്വീകരിച്ചനുഭവിക്കാനും അങ്ങിലൊന്നായിത്തീരാനുമുള്ള ഭാഗ്യവും ലഭിച്ചു. അവിടുത്തെ ആഗമനത്തെക്കുറിച്ചുള്ള അറിയിപ്പിൻ്റെ സ്ഥാനത്ത് അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനവും അറിയിപ്പുമാണ് നമുക്ക് ലഭിച്ചത്. ഈ മഹാഭാഗ്യത്തെയോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ പുനരാഗമനത്തിനു വേണ്ടി പ്രതീക്ഷയോടെ നമുക്ക് വഴിയൊരുക്കി കാത്തിരിക്കാം. 7 വർഷം മാത്രം ഭർത്താവിനോടൊത്ത് ജീവിച്ച 84 വയസ്സുള്ള വിധവയായ അന്ന ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾക്കും ദിവ്യ ശിശുവിനെ കണ്ട് ദൈവത്തെ സ്തുതിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. മാത്രമല്ല, വൃദ്ധയായ ഈ സ്ത്രീ ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവേ, ഈ പുതുവർഷത്തിൽ തിരുക്കുടുംബവും ശിമയോനും അന്നായും ഞങ്ങൾക്ക് മാതൃകകളും വഴികാട്ടികളുമായിരിക്കണമേ. ആമേൻ.